ഹായ്. ഞാൻ ക്യാമറ കൈ കൊണ്ട് എടുത്തച്ചാ ഗൈസ്. അപ്പൊ നമ്മള് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. നമ്മളല്ല, ഞാൻ. ഗൈസ് അപ്പൊ അതെ, നിങ്ങൾ എല്ലാരും ഡിസ്ചാർജ് ചെയ്ത് തന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. സമയം എത്ര മണിയാച്ചാ? സമയം ഏതാണ്ട് 3:15. 3:15 അല്ലേ? 3:15. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റൊക്കെ തന്നു കേട്ടോ, കോംപ്ലിമെന്ററി. താങ്ക് യു സോ മച്ച്. അമ്മയുടെ കോംപ്ലിമെന്ററി അച്ഛനെ. ചെറിയ സംഭവം. ഇപ്പൊ ഞാൻ കുറച്ച് ഓക്കെ ആണ്, കുഴപ്പമില്ല. രാത്രിത്തെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കുഴപ്പമില്ല, ഓക്കെയാണ്. ഒത്തിരി ഗുളികയുണ്ടോ? ഒത്തിരി ഗുളികയുണ്ട്. വരുന്നിടം വരെ കഴിക്കാനുള്ള ഗുളികകളൊക്കെ കഴിക്കണം, വേദനയ്ക്കുള്ളത്. ആന്റിബയോട്ടിക് ഗുളികള് ഒരുപാട് ഉണ്ട്. രാത്രിയിലാണ് കേട്ടോ പെയിൻ കൂടുന്നത്. ലെറ്റ്സ് ഗോ ടു ഹോം. വീട് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു ദിവസമൊക്കെ കുഴപ്പമില്ല, 1-2 ദിവസം കുഴപ്പമില്ല. പക്ഷെ 3-4 ദിവസമൊക്കെ വീട്ടിൽ പോയാൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ റൂമിൽ നിന്ന് ഷിഫ്റ്റ് ആയി പോവുക കേട്ടോ. നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ അണ്ണൻ്റെ അടുത്ത് പറഞ്ഞാണ് എനിക്ക് കുഴപ്പമില്ല, ഞാൻ നടന്നു പോക്കോളാം. എന്നാലും പറ്റിയില്ല. ഇനി ഇതിനകത്ത് പോയത് പറഞ്ഞിട്ട് പോയാൽ 6th നല്ല ചിരിയാട്ടോ, നല്ല ക്യൂട്ടാണ്. ഇത് ഇവിടുത്തെ മെയിൻ നേഴ്സിൽ ഒരാളാണ് സുഹൃത്തുക്കളെ. മെയിൻ നേഴ്സിൽ ഒരാളാണ്. നിന്നെ ഒന്ന് മെയിൻ ആക്കിയതാ. 2 പേരുണ്ട് കേട്ടോ, ഇതിപ്പോ ഒരാളേ ഉള്ളൂ. ഒരു ഹായ് പറയൂ. ഈ പേഷ്യന്റ് ഇങ്ങനെ പോണമെന്ന് റൂളാണോ? ആണ്. നടക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ, അല്ലാതെ വിടൂല. നിങ്ങൾക്ക് പണിയാ അല്ലേ? എനിക്ക് കുഴപ്പമില്ല, നടക്കാൻ പറ്റും. എന്നാലും എന്നാ പിന്നെ ഇങ്ങനെയൊക്കെ പോവാം. അമ്മ ഇവിടെ ഒരു കുടുംബമായി കഴിഞ്ഞു. എല്ലാവരുടെ യാത്രയൊക്കെ പറഞ്ഞിട്ട് വരും കേട്ടോ. പോട്ടെ, ഇനി പൊതയ്ക്കണോ എന്ന്? ഇതൊക്കെ ഓവറല്ലേ? ഡിസ്ചാർജ് ആയി. എനിക്കൊരു ഗുരുവില്ല, ഞാൻ നടക്കും. നീ എന്തിന് എന്നെ കൊണ്ടുപോകാ? പേഷ്യന്റ് കറക്റ്റ് സർവീസ് കൊടുക്കണം. അതിനു വേണ്ടി കൊണ്ടുവന്ന പോലെ തിരിച്ചിറക്കി വിടണം. ഞാൻ വിചാരിച്ച എന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടായിരിക്കും. ചേട്ടാ ഇതെല്ലാം ബ്ലോഗിൽ പിന്നെ ചേട്ടൻ പോവാ. സാധനങ്ങളൊക്കെ പിറകെ കേറ്റു കേട്ടോ. അണ്ണ ഈ വണ്ടിയോടെ കയറ്റുകത്തില്ലേ? കട്ടിൽ കൊള്ളായിരുന്നു കേട്ടോ. അത് തന്നോട്ടൂല്ലേ? 1.5 ലക്ഷം രൂപ വേണ്ട. ഓക്കെ, ഇറങ്ങാം. ഇടത്തോളം. അമ്മ ഫ്രണ്ട് ഇരിക്കണോ ബാക്കി ഇരിക്കണോ? എവിടെ ഇരിക്കുന്ന കംഫോർട്ട്? ബാക്കി ഇരിക്കാം. എവിടെ ലിറ്റി? എവിടെ ലിറ്റി? പോട്ടെ, ടാറ്റ, പോയിട്ട് വരാം. ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ്. അപ്പോൾ ഡിസ്ചാർജ് കിട്ടി, വണ്ടി കയറി വീട്ടിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ നേരെ ബാക്കിൽ കയറി കേട്ടോ. ആ ഫ്രണ്ടിൽ ഇരുന്നാൽ സീറ്റ് ബെൽറ്റ് ഇടണം, അതുകൊണ്ട് ബാക്കിൽ കയറി. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. സ്റ്റാഫും എല്ലാവരും നല്ലതാണ് കേട്ടോ. പിള്ളേരൊക്കെ ആയാലും എല്ലാവരും നല്ല കമ്പനിയാണ്. ഉള്ളതുകൊണ്ട് കുറച്ച് സമയം പോകും എല്ലാവരോടും സംസാരിച്ചിരിക്കുമ്പോൾ. വണ്ടി വളരെ പിതുക്കി സൂക്ഷിച്ച്. സ്ലോ, വെരി സ്ലോ. ഈ വണ്ടി സ്ലോയിലേ പോവും. ഇപ്പൊ എനിക്ക് കുറച്ച് എനർജി ഒക്കെ ആയില്ലേ മാ? ഓക്കെ ഗൈസ്, അപ്പൊ ഇനി നേരെ വീട്ടിലേക്ക് വീടെത്തിയിട്ട് വരാം. ഇല്ല കുഴപ്പമില്ല. ഓ കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. അച്ഛൻ കടയിലോട്ട് പോയി. കഴിഞ്ഞു. വലത്തേ കൈക്കായിരുന്നു. വലത്തേ കൈക്കായിരുന്നു, ഒരു കൈക്കേ ഉള്ളായിരുന്നു. അത് ചെയ്തു. പിന്നെ ഫുഡൊക്കെ കഴിച്ചാ? സുഖം. ഞാൻ ഇതൊന്ന് സെറ്റ് ആവട്ടെ, ഞാൻ ഇറങ്ങാം അങ്ങോട്ട്. സെറ്റായി കിട്ടിയാ മതി, ഇറങ്ങിയാ മതി. ഇനി മക്കളല്ലേ ഉള്ളു, അതുകൊണ്ട് സെറ്റായിട്ട് ഇറങ്ങിയപ്പോ പോയിട്ട് 5 ദിവസം ആയില്ലേ? പോയിട്ട് 4-5 ദിവസമായി. 2 ദിവസം ആശുപത്രിയിലായിരുന്നു. പോട്ടാ. ഓ വേണ്ട, പേടിച്ച്. പോയിട്ട് വരാം. വേവിക്കണ്ടേ? ടാറ്റ.
അയ്യോ അങ്ങനെ നമ്മുടെ നാടെത്തി, വീടെത്താറായി. ഇപ്പൊ എത്തും. സത്യത്തിലേ നമ്മൾ എവിടെയെങ്കിലും പോയാലും 3-4 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ എത്തുമ്പോ എന്തോ ഒരു സന്തോഷമാ. ഓ എന്റെ വീട്ടിൽ കാല് കുത്തട്ട്, കാലെത്തുന്നില്ലേ? യെസ്, അയ്യോ വീടെത്തിയേ. ഓ ഒരു സമാധാനം, അടിപൊളി. എന്തുകൊണ്ട് ഓ എവിടായിരുന്നു ഇത്ര നാളെ? ചുമ്മാ തിരുവനന്തപുരത്തൊക്കെ കറങ്ങാൻ പോയി. അയ്യോ എന്റെ താറേ. കരിയില ഒത്തിരി ഇല്ല കേട്ടോ, പിന്നെ കാറ്റൊന്നും അടിച്ചില്ലാന്ന് തോന്നുന്നു. ഇനി താറ് കണ്ടോണ്ടൊക്കെ ഇരിക്കും, ഒന്നും ചെയ്യാൻ പറ്റൂല. എന്താ കൊറിയറൊക്കെ ഒന്ന് കിടക്കും, അതുകൊണ്ടേ അവിടെ നിന്നാണ്ട് എറിഞ്ഞതാന്ന് തോന്നുന്നു. ഓക്കെ അമ്മ ആ ചുരിദാർ എടുത്തോ? അമ്മ എടുത്തോ? ഹാപ്പി കുട്ടനെ വിളിച്ചിട്ടാ പോയി? നിന്നെ സേഫ്റ്റി ആയിട്ട് റൂമിൽ ആക്കിയിട്ടേ ഉള്ളൂ. ആണോ? നിന്നെ പൊതുക്കെ അവന് സ്നേഹം വന്ന പ്രാന്ത. ഇല്ല ഞാൻ നിക്കാ ഇവിടെ, ഇങ്ങോട്ട് ഇരിക്കാം. നിങ്ങളെ പെതുക്കെ റെഡിയാക്കിയത്, എനിക്ക് അത്ര കുഴപ്പമൊന്നുമില്ല. ഇരിക്കാം. സാധനമൊക്കെ എടുത്ത് വെക്കണം കേട്ടോ. അവന്റെ റൂമിൽ കൊണ്ടുപോയാ പോലെ. അവനെ വിളിച്ചിട്ടോ? വിളിച്ചിട്ട് വന്നിട്ട് കണ്ടോളാൻ വയ്യവനെ, നമുക്കും കണ്ടോളാൻ വയ്യവനെ. പക്ഷേ എന്നാ ഞാൻ ഇവിടെ ഇരിക്കാം, നിങ്ങൾ റെഡി ആക്കിയിട്ട് പറഞ്ഞാൽ മതി. ഓ ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേന് അതിഥികളൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഹായ്. അയ്യോ കൊച്ചുണ്ണൊക്കെ എത്തി. അച്ചാച്ച എന്ത് കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഇത് പെയിൻ കില്ലർ, വേദന ഉറക്കെയുള്ള സംഭവം ഒട്ടിച്ചിട്ടുണ്ട്. അമ്മാമ്മയ്ക്ക് വയ്യായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് വരാൻ ഞാൻ. പനി എങ്ങനെയുണ്ട്? എക്കോ കൂടെ ഇട്. അല്ല 40 ഇട്ടാ മതി. എല്ലാരും എന്നെ കൊണ്ട് കിടത്തിട്ട് നോക്കി നിൽക്കുക കേട്ടോ. വരൂ കമോൺ ചിൽ. അയ്യോ അവനിങ്ങോട്ട് കയറ്റൂടല്ലേ, അവൻ പണിയോ തന്നെ. പക്ഷെ അവിടുത്തെ അത്ര കംഫോർട്ട് ഇല്ല കേട്ടോ. പക്ഷെ അവിടുത്തെ ബെഡ് സൂപ്പറാ. അത് അച്ഛ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ പൊക്കി എടുക്കേ. വേണ്ട വേണ്ട, നടു വെക്കാൻ പറഞ്ഞാലേ എന്റെ നടു ഇങ്ങനെ. ഇനി ഞാൻ ഒന്ന് നടന്ന് ഉറങ്ങട്ടെ, ഉറങ്ങി എണീറ്റിട്ട് ഫുഡ് കഴിക്കാം. വീട്ടിൽ ആഹാരം കഴിപ്പോണ്. കിടന്നൊരു അടിപൊളി ഒരു ഉറക്കം ഉറങ്ങട്ടെ. ഞാൻ എത്ര മണിക്ക് കിടന്നു? 7 മണിയൊക്കെ ആയപ്പോ. 7 മണിയാകുമ്പോ നമ്മള് ഇപ്പൊ സമയം 9 ആയി. അടിപൊളി ഒരു ഉറക്കം ഉറങ്ങി. പക്ഷെ അവിടെ കിടന്ന് ഉറക്കുന്ന ഒരു സുഖമില്ല കേട്ടോ, ഇച്ചിരി പാടായിരുന്നു. നമ്മളവരോട് ചോദിച്ചായിരുന്നു കട്ടിലൂടെ ഞാൻ എനിക്ക് അടിപൊളിയായിരുന്നു. 1.5 ലക്ഷം രൂപ ആ കട്ടിലിന്റെ വില വെളിയിലിരുന്നപ്പോ പറഞ്ഞു. 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപ പറഞ്ഞു വേണ്ടെന്ന്. കൈ ഇങ്ങനെ ഇടയ്ക്ക് നോക്കണം കേട്ടോ, ഒന്ന് നൂത്തിട്ടിരിക്കുക. നമ്മളിവിടെ വന്നിട്ട് ഞാനും അമ്മയും കൂടെ ബാത്റൂമൊക്കെ തേച്ച് കഴുകി, പിന്നെ ബെഡൊക്കെ വൃത്തിയാക്കി ഇവിടെ എല്ലാം കഴുകി തുടച്ച് ഇവർക്കാ പണി. ഇന്ന് അമ്മ ഇവിടെ കൊണ്ടാക്കിട്ട് അമ്മ വേഗം പോയി. അപ്പച്ചിക്ക് ഹെൽപ്പ്. പിന്നെ ഈ വാരി കൊടുക്കുന്നത് വലിയ ഇതൊന്നുമില്ല, നേരത്തെ ഇതൊക്കെ തന്നെ. അത് കാര്യമില്ല. എന്റെ കൊച്ചിന് കൈ വയ്യാത്തോണ്ട് ഞാൻ വാരി കൊടുക്കുന്ന വിഷമമൊന്നും ആവുമെങ്കിലും ഇത് തന്നെ. പിന്നെ തിന്നാൻ കുറെ മരുന്നുണ്ട് കേട്ടോ, ഒരുപാട് മരുന്നുണ്ട്. എനിക്ക് ചുരിദാറുണ്ട്, അടിപൊളി ചുരിദാർ കേട്ടോ, കറക്റ്റ് അളവ്. ഒരു ലോഡ് ഗുളിക ഉണ്ട് കേട്ടോ കഴിക്കാൻ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും ഗുളിക ഞാൻ കഴിച്ചിട്ടില്ല. ദൈവമേ ഇതിനൊരു അന്ത്യമില്ല. ഓക്കെ, 1 ഐറ്റം 2 ഐറ്റം. അതെന്തൊരു സാധനം ഇത്? റബ്ബറുണ്ടേ, പന്ത് കണക്കൊക്കെ ഇരിക്കുന്ന ഗുളിക. എനിക്കറിഞ്ഞൂടാ, കൊറേ തിന്നാറുണ്ട് ഗുളിക. കഴിച്ചേ പറ്റും, അല്ല ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ തടയാനുള്ളതൊക്കെ അങ്ങനത്തെ കൊണ്ടൊക്കെ ഉണ്ട്.
മുറിവ് അരിയുള്ളത്, പിന്നെ വയറരിയിരിക്കാൻ, എരിച്ചിലുള്ളത്, അങ്ങനത്തെ ഒത്തിരി സംഭവങ്ങളുണ്ട് കേട്ടോ. പിന്നെ ആന്റിബയോട്ടിക് ഉണ്ട്, വേദനയുണ്ട്, ഒത്തിരി ഗുളികള്. ഈ മരുന്നെല്ലാം കൂടെ കഴിക്കുമ്പോൾ ഭയങ്കര ഉറക്കമായിരിക്കും. ഭയങ്കര ഉറക്കമാണ്, അത് ഭയങ്കര ക്ഷീണം.